ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്രൂഡിങ്ങിനെ പറ്റിയാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ബ്രൂഡ് കൊടുക്കലെന്ന്. അപ്പോൾ പല പ്രായത്തിലും വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരുമിച്ച് നിങ്ങൾ എങ്ങനെയാണ് ബ്രീഡ് കൊടുക്കാറുള്ളത്, സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബ്രൂഡർ ഉണ്ടാക്കാറാണുള്ളത് എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നെ എല്ലാവരും. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണിത്. ഞാൻ ചെയ്യാറുള്ളത് ഒരൊറ്റ ബ്രൂഡിൻ്റെ ഒരു കൂടുണ്ടാക്കിയതാണ്. നെറ്റടിച്ചിട്ടുള്ള ഒരു കൂടാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ചുറ്റുഭാഗം ഞാൻ നമ്മുടെ ബ്രൂഡിന് വാങ്ങുന്ന 100 രൂപയുടെ ആ വൈറ്റ് ഷീറ്റില്ലേ, അത് വെച്ചിട്ട് മറച്ച്, എന്താ അതിലേക്ക് കാറ്റ് കിടക്കാതിരിക്കാൻ. പിന്നെ നെറ്റിൻ്റെ അടിഭാഗം വലിയ ഹോളായതുകൊണ്ട് ചെറിയ ഹോളുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പച്ച നെറ്റ് അതിന് കറക്റ്റായിട്ട് മുറിച്ചിട്ട് അതും കൂടെ അതിൽ ഫിക്സ് ചെയ്ത് പിന്നെ അതിൽ ബൾബ് ഇടലാണ്. 3 ബൾബ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യാറുള്ളത്, ഒരു പ്രാവശ്യം ഫസ്റ്റ് വിരിഞ്ഞിറങ്ങണ കുഞ്ഞുങ്ങളെ അതിൽ ബ്രൂഡിന് ഇടും. എന്നിട്ട് സെക്കൻഡ് ടൈം പിന്നെ കുറച്ച് ദിവസം, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വേറൊരു ഇൻക്യുബേറ്ററിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്നത്. അപ്പം ഞാൻ ചെയ്യൽ, ആ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് കാലിന് എന്തെങ്കിലും ഒരു കളറ് പെയിൻറ്റ് തേക്കും. ചുവപ്പോ പച്ച, ഓരോ സമയത്ത് വിരിഞ്ഞിറങ്ങണേനും ഓരോ കളറ് പെയിൻ്റാണ് ഞാൻ തേക്കൽ. ഇപ്പം അതാ വിരിഞ്ഞിറങ്ങിയതിന് ചുമപ്പ് തേച്ചിന്. അപ്പോൾ അതിൻ്റെ മുന്നുള്ളവർക്ക് ഒന്നും തേച്ചിട്ടില്ല. അതെന്താണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ വേറെ വിരിഞ്ഞിറങ്ങാനുണ്ട്. അവർക്ക് വേറൊരു കളറ് കാലിൽ തേച്ച് കൊടുക്കും. അതെന്തിനാണ്, പ്രായം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ. എന്നാൽ ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് ഒരു ബ്രൂഡിൻ്റെ ടൈം കഴിയണ ഒരു സമയമല്ലേ, ഒരു 21 ദിവസമോ 1 മാസമോ അങ്ങനെയൊക്കെ കഴിയണ ഒരു സമയത്ത് ഞാൻ ആ വലുതായ കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റി വേറൊരു കൂട്ടിൽ മാറ്റും. അങ്ങനെയാണ് ഞാൻ ബ്രൂഡ് കൊടുക്കൽ. അപ്പോൾ നമുക്ക് സുഖമാണ്. ഇങ്ങനെ ഓരോ വിരിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്കും ബ്രൂഡ് ഇങ്ങനെ പെട്ടെന്ന് വേറെ വേറെ ഉണ്ടാക്കി കൊടുത്തിട്ട് നിൽക്കേണ്ട, ഒരൊറ്റ കൂട് തന്നെ റെഡിയാക്കിയാൽ മതി. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യൽ? ഓരോ ബാച്ച് ഇറങ്ങണതിനും വേറെ വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കലാണോ, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ? ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും സുഖമുള്ള പരിപാടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരൊറ്റ കൂട്ടിൽ കൊണ്ടുപോയി ഇട്ടാലും മതി. അതൊന്ന് വൃത്തിയാക്കണം. പിന്നെയെന്ന് വെച്ചാൽ വാക്സിൻ കൊടുക്കണ ഇങ്ങനെ കാലിൽ കുറച്ച് പെയിൻറ്റ് കൊടുക്കുന്നതിനോട് നമുക്ക് ഓരോ കോഴിക്കുട്ടിൻ്റെയും പ്രായം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വാക്സിനൊക്കെ കൊടുക്കാൻ എളുപ്പമായിരിക്കും. മറ്റേത് ഒരുമിച്ചിട്ടാൽ നമുക്ക് ഏത് പ്രായമാണ്, എന്ന് വിരിഞ്ഞതാണ്, നമ്മളെ വീട്ടിൽ വിരിഞ്ഞതാണോ അല്ല ഏത് കോഴിക്ക് വിരിഞ്ഞതാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഇവർ ചെറിയ പ്രായത്തിൽ എല്ലാവരും ഒരേ കളറായിരിക്കും. പുള്ളിക്കോഴി ആണെങ്കിലും നാടൻ കോഴി ആണെങ്കിലും. പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പിന്നെ തിരിച്ചറിയാൻ പറ്റുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.